ഹായ്, എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു കൗതുകകരമായ കഥയുമായി തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു അടിപൊളി കഥയുണ്ട്. നമ്മൾ ഇന്ന് സമയയാത്രയുടെയും സഹോദര സ്നേഹത്തിന്റെയും ഒരു അതിശയകരമായ കഥയിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാകൂ. സൈറസിന്റെ സമയയാത്രാ സാഹസികതയിലേക്ക് നമുക്ക് കടക്കാം. ഒരു നല്ല ദിവസം സൈറസ് ഒരു പഴയ പുസ്തകം ഒരു പൊടിപിടിച്ച തെരുവോരത്ത് കാണും. കൗതുകത്തോടെ അവൻ അടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോയി ഒരു സുഖകരമായ സ്ഥലം കണ്ടെത്തി വായിക്കാൻ തുടങ്ങുന്നു. ജോൺ എന്ന ശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകമാണിത്. ഒരു ദിവസം ജോണിന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നു. പെട്ടെന്ന് ജോണിന്റെ പ്രായമായ ക്ഷീണിച്ച ഒരു രൂപത്തിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ അപ്രത്യക്ഷനാകുന്നു. ജോൺ സ്തബ്ധനാകുന്നു, പക്ഷേ വളരെ കൗതുകമുണ്ട്. കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ അവൻ തുടങ്ങുന്നു. അയാൾ ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കാൻ പോകുന്നു എന്ന് അവൻ മനസ്സിലാകുന്നു. എന്നാൽ അയാളുടെ ഭാവിയിലെ രൂപം എന്താണ് അർത്ഥമാക്കിയത്? ഇവിടെയാണ് സൈമൺ, ജോണിന്റെ സഹോദരൻ, രംഗപ്രവേശം ചെയ്യുന്നത്. രണ്ട് സഹോദരന്മാരും ഒരു ദാരുണമായ ഭൂതകാലം പങ്കിടുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ ഒരു കാർ അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. സൈമൺ പഠനം ഉപേക്ഷിച്ച് ജോണിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. സൈമണെ കണ്ടപ്പോൾ ജോൺ ചിന്തകളിൽ നിന്ന് പുറത്തുവരുന്നു. ഹേയ് സൈമൺ, എവിടെയായിരുന്നു നീ? വൈകി. ജോൺ പറയുന്നു. അമ്മയെക്കുറിച്ച് സ്വപ്നം കണ്ടു, അതുകൊണ്ടാണ് വൈകിയത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ടൈം ട്രാവൽ. ഇതാണോ നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം? സൈമൺ മറുപടി പറയുന്നു. ജോൺ വിശദീകരിക്കുന്നു. അതെ സൈമൺ, ഞാൻ ഒരു ശാസ്ത്രജ്ഞനായത് നമ്മുടെ വിധി മാറ്റാൻ ഈ ടൈം മെഷീൻ കണ്ടുപിടിക്കാനാണ്. സൈമൺ ചിന്തിച്ച് പറയുന്നു. പക്ഷേ നമ്മുടെ ജീവിതം ഇപ്പോൾ നല്ലതാണ്, അല്ലേ? എന്തിനാണ് അത് മാറ്റുന്നത്? ജോൺ വികാരാധീനനായി മറുപടി പറയുന്നു. ഞാൻ എല്ലാം നിന്നോട് കടപ്പെട്ടിരിക്കുന്നു, പക്ഷേ നീ വളരെയധികം ത്യാഗം ചെയ്തിട്ടുണ്ട്. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്നു. സൈമൺ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. ശരി, എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ നമുക്ക് ഭക്ഷണം കൊണ്ടുവരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ. ദിവസങ്ങൾ കടന്നുപോകുന്നു. ഒരു ദിവസം രാവിലെ ജോണിന്റെ അലർച്ച കേട്ട് സൈമൺ ഉണരുന്നു. ജോണിന്റെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ അവൻ ആഹ്ലാദഭരിതനാണെന്ന് കാണുന്നു. സൈമൺ, ഞാൻ അത് ചെയ്തു. ടൈം മെഷീൻ പൂർത്തിയായി. ഒരു നിഗൂഢമായ കറുത്ത തിളക്കമുള്ള ഒരു ചുവന്ന പെട്ടി ജോൺ അവനെ കാണിക്കുന്നു. സൈമൺ അത്ഭുതത്തോടെ ചോദിക്കുന്നു. ഇത് സത്യമാണോ ജോൺ? നീ ശരിക്കും അത് ചെയ്തോ? പെട്ടെന്ന് അവർ ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷേ അവർ വളരെ സന്തോഷത്തിലായതിനാൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യാം എന്ന് ജോൺ പറയുന്നു. അവർ മെഷീൻ സജ്ജമാക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഭൂതകാലത്തിലാണ്. അവരുടെ സാന്നിധ്യം അറിയാതെ ജോണിന്റെ ഇളയ രൂപം അക്ഷീണം പ്രയത്നിക്കുന്നത് അവർ കാണുന്നു. സഹോദരന്മാർ ഒളിച്ചിരുന്ന് അത്ഭുതത്തോടെ നോക്കുന്നു. എല്ലാം മുമ്പത്തെ പോലെ തന്നെ നടക്കുന്നു. ജോണിന്റെ കണ്ടുപിടുത്തം, സൈമണിന്റെ വരവ്. അപ്പോഴാണ് സൈമൺ അബദ്ധത്തിൽ ചില പെയിന്റ് കുപ്പികൾ മറിച്ചിരുന്നു. അവർ യഥാർത്ഥ സമയത്തിലേക്ക് തിരികെ എത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ ഒരു വഴിത്തിരിവിലെത്തുന്നത്. പിന്നെ എന്ത് സംഭവിക്കും? ശരി, അത് മറ്റൊരു ദിവസത്തേക്കുള്ള കഥയാണ്. ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ചിന്തകൾ കമന്റുകളിൽ പങ്കിടുക. കൂടുതൽ അതിശയകരമായ സാഹസികതകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ വരെ കൗതുകത്തോടെയും പര്യവേക്ഷണ താൽപര്യത്തോടെയും ഇരിക്കുക.